സോ ഫാസ്റ്റ് API നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, അതായത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, ഊബർ, മൈക്രോസോഫ്റ്റ്, ഇവരെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് ഫാസ്റ്റ് API എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു API? API എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, അതാണ് APIൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പോസ്റ്റ്മാൻ, നമ്മൾ പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നു. പോസ്റ്റ്മാൻ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ച് തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് ലെറ്റർ കൊണ്ടുതരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു മിഡിൽ മാൻ ആണ് API. നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, API അത് ഡാറ്റാബേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിലോ പോയി ഫെച്ച് ചെയ്ത് തിരിച്ച് നമുക്ക് റെസ്പോൺസ് കൊണ്ടുതരുന്നു. അതാണ് API, ഒരു ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫാസ്റ്റ് API എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൈത്തൺ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഫാസ്റ്റ് API. അപ്പോൾ ഫാസ്റ്റ് API ഇപ്പോൾ എല്ലാ കമ്പനീസും അഡോപ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം പറയുമ്പോൾ, ഒന്നാമത്തെ റീസൺ സിമ്പിളാണ് അത് പഠിക്കാനും, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡ് എഴുതുന്ന രീതി നല്ല ഫാസ്റ്റാണ്, ഭയങ്കര സിമ്പിളുമാണ്, അതേപോലെ ഫാസ്റ്റുമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാസ്റ്റ് APIയിൽ തന്നെ ഒരു കൺട്രോൾ പാനലുണ്ട്. നമ്മുടെ APIൻ്റെ റൂട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കൺട്രോൾ പാനലും നമുക്ക് ഫാസ്റ്റ് APIയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് API എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ പോസ്റ്റ്മാൻ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, പോസ്റ്റ്മാൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ API ടെസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസ്റ്റ്മാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ബ്രേവ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പോസ്റ്റ്മാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ വിൻഡോസ് 64 ബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡിങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഡൗൺലോഡ്സിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോസ്റ്റ്മാൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടായാലും നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മാനുവലി നമുക്ക് എൻ്റർ ചെയ്തിട്ട് അങ്ങനെയും സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ബ്രൗസറിൽ നമ്മുടെ സൈനപ്പ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഫോം ആയിരിക്കും നമുക്ക് വരാം. അപ്പോൾ ഇതിൽ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സൈൻ ഇൻ കൊടുക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്തിട്ട് പുതിയൊരു അക്കൗണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൈൻ ഇൻ കൊടുക്കുകയാണ്. എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പോസ്റ്റ്മാൻ്റെ സോഫ്റ്റ്വെയർക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പോസ്റ്റ്മാൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം ഫാസ്റ്റ് API എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ കോഡിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ അതെങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് പോസ്റ്റ്മാൻ വെച്ചിട്ട് API ഡാറ്റ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെയാണ് നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് API ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് VS കോഡിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് പറയുമ്പോൾ 2 ലൈബ്രറീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ലൈബ്രറിയാണ് ഫാസ്റ്റ് API എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് യൂവിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനലിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ ന്യൂ ടെർമിനൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്
pip സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ഫാസ്റ്റ് API എന്നിട്ടൊരു സ്പേസ് ഇട്ടിട്ട് യൂവിക്കോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് API യൂവിക്കോൺ ഇതിൽ നമുക്കിപ്പോൾ യൂവിക്കോൺ എന്ന് പറയുന്ന ഒരു എൻജിനാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫാസ്റ്റ് API എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കുക. യൂവിക്കോൺ ആണ് അവിടുത്തെ വെയിറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മളവിടെ ടേബിളിൽ വന്നിരിക്കും, നേരെ വെയിറ്ററിനോട് പറയും, വെയിറ്റർ പോയിട്ട് അകത്ത് കിച്ചണിൽ പോയി പറയും, തിരിച്ച് നമുക്ക് ഫുഡായിട്ട് കൊണ്ടുവരും തിരിച്ച്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു റിക്വസ്റ്റ് യൂവിക്കോണിക്ക് കൊടുക്കും, യൂവിക്കോൺ ഫാസ്റ്റ് API ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തിരിച്ചൊരു റെസ്പോൺസ് നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മുടെ വെയിറ്ററിൻ്റെ സിനാരിയോ തന്നെ, നമ്മൾ ഫുഡ് വെയിറ്ററിനോട് പറയും, വെയിറ്റർ കിച്ചണിൽ പോയിട്ടത് പറയും, തിരിച്ച് നമുക്ക് വെയിറ്റർ ഫുഡ് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സെർവർ അല്ലെങ്കിൽ ഒരു എൻജിനാണ് യൂവിക്കോൺ, നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസും ഹാൻഡിൽ ചെയ്യുന്ന ഒരു എൻജിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് എനിക്കിവിടെ റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഇതിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് വരുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, അതുമാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഈ 2 ലൈബ്രറീസും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാർട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് APIൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ഫാസ്റ്റ് API എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫയലിൽ പോവുക, എന്നിട്ട് ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫാസ്റ്റ് API ലെസൺ എന്നാണ് എൻ്റെ ഫോൾഡറിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൾഡർ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫോൾഡർ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണുക, നമ്മുടെ ഫോൾഡറിൻ്റെ പേര് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ ഒരു പുതിയൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ന്യൂ ഫയലിൽ പോവുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ main.py എന്നോ API.py എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ API.py എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. PY എന്ന് പറയുമ്പോൾ നമ്മുടെ പൈത്തൻ്റെ എക്സ്റ്റൻഷനാണ്. നമ്മൾ .png എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു എക്സ്റ്റൻഷനാണ് .py. പൈത്തൺ ഫയൽസ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനിലാണ് നമ്മൾ റൺ ചെയ്യുക. അപ്പോൾ ഇത് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് API നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഫയലിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാസ്റ്റ് API ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫ്രം ഫാസ്റ്റ് API സ്പേസ് ഇടുക ഇമ്പോർട്ട് ഫാസ്റ്റ് API. അപ്പോൾ ഈ ഒരു ഫസ്റ്റിലത്തെ ഫാസ്റ്റ് API എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ PIP ഇൻസ്റ്റാൾ ഫാസ്റ്റ് API എന്ന് കൊടുത്തില്ലേ, ആ ഒരു സംഭവമാണ്, നമ്മുടെ ആ ഒരു പാക്കേജാണ് ഇവിടെ. അപ്പോൾ ആ ഒരു പാക്കേജിൽ നിന്ന് ഈ ഒരു ക്ലാസ് ഫാസ്റ്റ് API എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആക്സസ് ചെയ്യുക, അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് API ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ, ക്ലാസ്സിൻ്റെ നമ്മളൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആണെന്ന് വിചാരിക്കാം. പോസ്റ്റ് ഓഫീസിലേക്ക് കുറേ ലെറ്റേഴ്സ് വരും, ലെറ്റേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് വേണ്ട സ്ഥലത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയുള്ളൊരു റൂട്ടാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ്. അതായത് ഓരോ റിക്വസ്റ്റ് വരുമ്പോൾ എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിലൂടെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഇപ്പോൾ മെയിൻ = ഫാസ്റ്റ് API എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആപ്പ് = ഫാസ്റ്റ് API എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് റൂട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു യൂസർ പറയുകയാണ് എനിക്ക് ഹോം പേജ് കാണണം, അപ്പോൾ എന്ത് ഫങ്ഷനാണ് കോൾ ചെയ്യേണ്ടത് അത് ആണ് ഇനി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് അതിന് വരുന്ന സിൻടാക്സ് ആണ് അറ്റ്. നമ്മളിവിടെ ആപ്പിലല്ലേ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാസ്റ്റ് APIൻ്റെ,
അപ്പോൾ ആപ്പ് ഡോട്ട് ഗെറ്റ്, ഈ ഗെറ്റ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. അതായത് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ടാണ്, ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ ഇട്ട പോസ്റ്റ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അത് ഗെറ്റ് എന്ന് പറയാം. പിന്നെ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലെ പോസ്റ്റും ക്യാപ്ഷനൊക്കെ അവരുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതാണ് പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗെറ്റാണ്, നമുക്ക് ഡാറ്റ ഗെറ്റ് ചെയ്യാണ് വേണ്ടു. അപ്പോൾ അതിന് നമുക്ക് ആപ്പ് ഡോട്ട് ഗെറ്റ് നമ്മുടെ ആ ഒരു പാത്ത് നമ്മൾ കൊടുക്കുക. ഇത് പാത്ത് എന്ന് പറയും. നേരത്തെ നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യൂസർ പറയുകയാണ് എനിക്കിപ്പോൾ ഹോം പേജിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാത്ത് കൊടുക്കാം. /home എന്ന് പറഞ്ഞിട്ട് യൂസർ വിളിക്കുകയാണെങ്കിൽ ഹോം പേജിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡബിൾ കോഡ്സ് ഉണ്ടല്ലോ ഗെറ്റിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മുടെ പാത്ത് കൊടുക്കുക. അപ്പോൾ /home എന്ന് കൊടുക്കുമ്പോൾ എനിക്കൊരു ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. നമ്മൾ പൈത്തണിൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഡെഫ് ഞാനിവിടെ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, നമുക്ക് ഗെറ്റ് ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു റൂട്ട് കോൾ ചെയ്യുമ്പോൾ പോവുക. ഇപ്പോൾ നേരത്തെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ല, ഒരു ലെറ്റർ കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ /homeലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് അത് പോവുക, ഗെറ്റ് ഹോം പേജ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക്. തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് കിട്ടണമല്ലോ, അതാണ് നമ്മളുടെ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡിക്ഷണറിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിക്ഷണറി പറയുമ്പോൾ കീ വാല്യൂ പെയർ ആണ്. ഞാനൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു കീ ആണ്, വാല്യൂ വരുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ റെസ്പോൺസ് എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് എഴുതാറ് ഫാസ്റ്റ് APIയിൽ. അപ്പോൾ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെർമിനലിൽ പോവാം, ന്യൂ ടെർമിനൽ എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്, നമ്മൾ നേരത്തെ ഒരു യൂവിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യൂവിക്കോൺ എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് നമ്മുടെ ഫയലിൻ്റെ പേരെന്താ API എന്നല്ലേ. അപ്പോൾ API എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആപ്പിൻ്റെ പേരെന്താ വരുന്നത്, ആപ്പ് എന്നല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഞാനിവിടെ മെയിൻ എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ :മെയിൻ എന്നാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഫാസ്റ്റ് APIൻ്റെ ആപ്പിൻ്റെ പേര് ഇപ്പോൾ ആപ്പ് എന്നാണല്ലോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് API :ആപ്പ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് -- എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിലാണ് - റീലോഡ്. പക്ഷെ ഇത് കൊടുക്കുന്നതിനെ കൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കോഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സെർവർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഈ - റീലോഡ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെർവർ റീലോഡ് ആയിക്കോളും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എഡിറ്റ് വരുത്തുമ്പോഴും നമ്മൾ സെർവർ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ -റീലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മളത് എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് യൂവിക്കോൺ സെർവർ റൺ ചെയ്യുന്നത് ഈ ഒരു ലിങ്കിലാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മളുടെ ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗസർ എടുക്കുക. ഇവിടെ ഒരു പുതിയൊരു ടാബ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഉണ്ടല്ലോ, അതിവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പാത്ത് /home എന്ന് കൊടുക്കുമ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇവിടെ /home എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഒരു ഡിക്ഷണറി നമുക്കിവിടെ
ഔട്ട്പുട്ടായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ APIയിലേക്ക് ഒരു റിക്വസ്റ്റും റെസ്പോൺസും കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. സെയിം മെത്തേഡ് തന്നെ നമുക്കിത് കോപ്പി ചെയ്യുക, ഞാൻ താഴെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഗെറ്റ് ഹോം പേജിന് പകരം ഞാൻ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ റെസ്പോൺസിൽ ഞാൻ വെൽക്കം ടു ദ ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ -- റീലോഡ് കൊടുത്തുകൊണ്ട് കണ്ടോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെർവർ റീലോഡായി. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ /home അല്ലേ, ഇവിടെ /ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വെൽക്കം ടു ദ ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാനിവിടെ മാറ്റിയിട്ട് ഹോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ ഒരു ഫംഗ്ഷനാണ് കോൾ ആയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ചെയ്യുക. നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പോസ്റ്റ്മാൻ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പറയുമ്പോൾ നമ്മുടെ API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്തിട്ട് പോസ്റ്റ്മാൻ വഴിയാണ് നമ്മൾ ഇനി റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോസ്റ്റ്മാൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ചിൽ പോയിട്ട് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ പോസ്റ്റ്മാൻ്റെ ആപ്പ് വരുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോസ്റ്റ്മാൻ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് പറയുമ്പോൾ ഇപ്പോൾ ഈ അലൗ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് അലൗ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു HTTP റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളുടെ ഒരു URL നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിവിടെ സെർവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഇത് കോപ്പി ചെയ്യുക. നമ്മുടെ പോസ്റ്റ്മാൻ ഉണ്ടല്ലോ ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാത്ത് എന്തായിരുന്നു /home എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ട് ജസ്റ്റ് സെൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്കിവിടെ റെസ്പോൺസ് കിട്ടി. അപ്പോൾ നമ്മുടെ മെത്തേഡ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി /ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പാത്തും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. /ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് ഡീറ്റെയിൽസിൻ്റെ പേജ് നമുക്ക് വരും, ആ റെസ്പോൺസ് നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ ഞാനിവിടെ ഒരു ഇല്ലാത്തൊരു പാത്താണ് കൊടുക്കുന്നതെങ്കിൽ എനിക്കൊരു നോട്ട് ഫൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു എററാണ് ഡിഫോൾട്ടായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ്മാൻ വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് ഫാസ്റ്റ് API വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമല്ല, ഒരു ലിസ്റ്റ് റിമൈൻഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫാസ്റ്റ് API വെച്ചിട്ട് ഗെറ്റും പോസ്റ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഡിലീറ്റും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് ഫാസ്റ്റ് API വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ മെത്തേഡ്സ് ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോൾഡർ ഓൾറെഡി സെലക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലൊരു പുതിയൊരു ഫയല് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് todo.py എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഫാസ്റ്റ് API ഇമ്പോർട്ട് ഫാസ്റ്റ് API. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആപ്പ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതും ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ടു ഡൂസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ലിസ്റ്റ് പറയുമ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്, നമുക്ക് ടു ഡൂസ് ആഡ് ചെയ്യാൻ പറ്റും,
ഡിലീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അതേപോലെ നമുക്ക് ഗെറ്റ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആപ്പ് ഡോട്ട് ഗെറ്റ് സ്ലാഷ് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എല്ലാ ടു ഡൂസും റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഡെഫ് ഗെറ്റ് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് എന്താ, ഒരു കീ ഉണ്ട് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട്. വാല്യൂ എന്താ, നമ്മുടെ ഈ ഒരു ലിസ്റ്റാണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നേരത്തെ സെർവർ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർവർ സ്റ്റോപ്പ് ആവും. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ പേരെന്താ, നമുക്ക് യൂവിക്കോൺ അല്ലേ, യൂവിക്കോൺ വെച്ചിട്ടാണ് നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യൂവിക്കോൺ സ്പേസ് നമ്മളുടെ ഫയലിൻ്റെ പേര് ടു ഡു എന്നാണ്, ടു ഡു : നമ്മുടെ ഫാസ്റ്റ് APIൻ്റെ ആപ്പിൻ്റെ പേര് ആപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആപ്പ്, പിന്നെ നമുക്ക് -- റീലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. നമുക്കിവിടെ ലിങ്ക് കിട്ടി. ഇനി നമ്മുടെ പോസ്റ്റ്മാനിക്ക് വന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ സ്ലാഷ് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് സ്ലാഷ് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് ടു ഡൂസ് ഒരു എംപ്റ്റി ലിസ്റ്റാണ് എനിക്കിവിടെ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടു ഡൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അടുത്തൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. @app ഡോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ടൈപ്പാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടു ഡു ആഡ് ചെയ്യണ്ടേ, അപ്പോൾ റിക്വസ്റ്റിൻ്റെ ടൈപ്പ് വരുന്നത് പോസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി റൂട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഡബിൾ കോഡ്സിൽ സ്ലാഷ് ആഡ് ടു ഡു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം പാത്തിൽ. ഇനി നമുക്ക് ഇവിടെ വരുന്നത് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതണം, ഡെഫ്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ആഡ് ടു ഡു. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാരാമീറ്റേഴ്സ് കൊടുക്കണം. അതായത് ഇവിടെ കണ്ടു നമുക്ക് ബ്ലാങ്ക് ആണ്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, പാസ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ പാസ് ചെയ്യേണ്ടത് പറയുമ്പോൾ ഒരു ടു ഡു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഐറ്റം എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടു ഡു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ടു ഡുവിൻ്റെ ടൈപ്പ് എന്താ, ഒരു സ്ട്രിങ് ആണ്. നമുക്ക് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കാം, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടു ഡു എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് അല്ലേ. അപ്പോൾ ടു ഡു : str അല്ലേ ടൈപ്പ് വരുന്നത്, സ്ട്രിങ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത ടു ഡു ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് ടു ഡൂസ് എന്നല്ലേ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്, ടു ഡൂസ് ഡോട്ട് അപ്പെൻഡ് ചെയ്യണം. അപ്പെൻഡ് ചെയ്യുക പറയുമ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ അപ്പെൻഡ് നമ്മൾ എന്തിലേക്കാണ് സ്റ്റോർ ചെയ്തത്, ടു ഡു ഈ ഒരു വേരിയബിളിലേക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഐറ്റം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം എന്നാക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു റെസ്പോൺസ് റിട്ടേൺ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ടു ഡു ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി സെർവർ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ -- റീലോഡ് കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് റീലോഡ് ആയിക്കോളും. ഇനി നമുക്ക് പോസ്റ്റ്മാനിക്ക് വരാം. എന്നിട്ട് ഇവിടെ ടു ഡൂസ് നമുക്ക് ഗെറ്റ് ആണ്, സെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബ്ലാങ്ക് ടു ഡു ആണ്, കാരണം നമ്മൾ ടു ഡു ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താ, ടു ഡു അങ്ങോട്ട് സേവ് ചെയ്യണം. അപ്പോൾ പോസ്റ്റ് ആണ് നമ്മുടെ റിക്വസ്റ്റ് വരുന്നത്. ഇനി നമ്മുടെ പാത്ത് എന്തായിരുന്നു, ആഡ് ടു ഡു എന്നായിരുന്നു നമ്മുടെ പാത്തിൻ്റെ പേര്. ഇനി ഞാൻ ഇതിൽ എനിക്ക് സെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഡാറ്റ കൂടെ ഒപ്പം സെൻഡ് ചെയ്യണം. അപ്പോൾ ഡാറ്റയും കൂടി ഒപ്പം സെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടാബ് ഉണ്ടല്ലോ, പാരാംസ് എന്ന് പറഞ്ഞിട്ട്, ഇത് പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ പാരാമീറ്ററായിട്ട് ഐറ്റം എന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്നുള്ള പേര് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കണം കീ ആയിട്ട്. ഇപ്പം ഞാനിവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തതെങ്കിൽ എനിക്ക് ഇവിടെയും റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് കീ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ റിമൈൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടു ഡു ഡോട്ട് അപ്പെൻഡിലും റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടാക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഐറ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കീയിൽ ജസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുക. നമ്മുടെ വാല്യൂ
നമുക്ക് എന്താണ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ബ്രിങ് ബുക്സ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ടു ഡു ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇനി ഞാൻ ഈ ഒരു പോസ്റ്റ് മാറ്റിയിട്ട് ഗെറ്റ് ആക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആഡ് ടു ഡു ആണ് നമ്മുടെ പാത്ത് വരുന്നത്. ഇതിൽ ഞാൻ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കണ്ടോ മെത്തേഡ് നോട്ട് അലൗഡ്. കാരണം ഈ ഒരു പാത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ബാക്കിയുള്ള ടു ഡൂസ് കാണണം. അപ്പോൾ നമ്മളുടെ പാത്ത് എന്തായിരുന്നു, ടു ഡൂസ് എന്നായിരുന്നല്ലേ. അപ്പോൾ സ്ലാഷ് ടു ഡൂസ് ഗെറ്റാണ് നമുക്ക് ഇവിടെ വരുന്ന മെത്തേഡ്. അപ്പോൾ അതിൽ നമ്മൾ സ്ലാഷ് ടു ഡൂസ് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് ആദ്യത്തെ ടു ഡു അവിടെ വന്നു. ഇനി നമുക്ക് വീണ്ടും ഒരു ടു ഡു ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക, നമ്മളിവിടെ പാത്ത് മാറ്റുക, ആഡ് ടു ഡു കൊടുത്തു. നമ്മുടെ മെത്തേഡ് എന്തായിരുന്നു, പോസ്റ്റ് ആയിരുന്നല്ലേ. പോസ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ കീ പറയുന്നത് ഐറ്റം എന്നായിരുന്നു നമ്മളിവിടെ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്തു. ഇനി ഇവിടെ ബ്രിങ് ലാപ്ടോപ്പ് ഞാൻ വാല്യൂ കൊടുത്തു, സെൻഡ് കൊടുത്തു. അപ്പോൾ കണ്ടോ ടു ഡു ആഡഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് ഒരു റെസ്പോൺസ് നമുക്കിവിടെ കിട്ടി. നമ്മൾ ഇവിടെ കൊടുത്ത റെസ്പോൺസ് ആയിരുന്നു അത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഗെറ്റ് ചെയ്യാം. അപ്പോൾ മെത്തേഡിൻ്റെ ടൈപ്പ് മാറ്റി ഇവിടെ സ്ലാഷ് ടു ഡൂസ് എന്നാണ് പാത്ത്, സെൻഡ് കൊടുത്തു. അപ്പോൾ കണ്ടോ നമുക്ക് 2 ടു ഡു അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെറ്റും പോസ്റ്റും നമുക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വന്നിട്ട് @app.delete ഡിലീറ്റ് എന്നാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമുക്ക് വരേണ്ടത് കണ്ടോ, ഇപ്പോൾ സ്ലാഷ് ടു ഡു എന്നാണ് നമ്മുടെ പാത്തിൻ്റെ പേര്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഡെഫ് ഡിലീറ്റ് ടു ഡു. നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടു ഡുവിൽ നിന്ന് അവസാനം ആഡ് ചെയ്ത സംഭവം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ 2 കാര്യങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ അവസാനത്തെ സംഭവം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ടു ഡു, നമ്മുടെ ലിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു, ടു ഡൂസ് എന്നായിരുന്നല്ലേ. അപ്പോൾ ടു ഡൂസ് ഡോട്ട് പോപ്പ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ലിസ്റ്റിൽ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ എലമെൻറ്റ് ഡിലീറ്റ് ആയി പോവും. ഇനി നമുക്കൊരു മെസ്സേജ് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ലാസ്റ്റ് ടു ഡു ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. ഇതാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്ന മെസ്സേജ്. അപ്പോൾ നമ്മളുടെ ഈ സ്ലാഷ് ടു ഡൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു ഡൂസ് റിട്ടേൺ ചെയ്യും. ആഡ് ടു ഡു ആണെങ്കിൽ നമുക്ക് ടു ഡു ആഡ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ആണെങ്കിൽ നമുക്ക് ടു ഡു ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ സ്ലാഷ് ടു ഡൂസിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ബ്ലാങ്ക് ആണ്, കാരണം സെർവർ റീലോഡായി. ഇപ്പോൾ നമുക്ക് റീലോഡ് ആകുമ്പോൾ നമ്മുടെ ഡാറ്റ പോകണ്ട എന്നാണെങ്കിൽ നമുക്ക് അവിടെ ഡാറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കവർ ചെയ്യും, എങ്ങനെയാണ് ടു ഡു APIയിൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് API വെച്ചിട്ട് ടു ഡുവിൽ ഡാറ്റാബേസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ടു ഡൂസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പോസ്റ്റിൽ ആഡ് ടു ഡു എന്നാണല്ലോ നമ്മുടെ പാത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കീ നമ്മുടെ ഐറ്റം എന്നാണ്. അപ്പോൾ ഐറ്റം എന്ന് കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ടു ഡു എന്ന് കൊടുക്കാം. സെൻഡ് കൊടുത്തു. ടു ഡു ആഡഡ് സക്സസ്ഫുള്ളി. വീണ്ടും ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. സെക്കൻഡ് ടു ഡു സെൻഡ് കൊടുക്കുകയാണ്. വീണ്ടും ടു ഡു ആഡഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് വന്നു. നമുക്ക് ടു ഡൂസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പാത്ത്, നമ്മുടെ മെത്തേഡ് മാറ്റി സ്ലാഷ് ടു ഡൂസ് എന്നാണ് നമ്മുടെ പാത്ത്. ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ടു ഡൂസും കാണും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. നമുക്കിനി എന്താ വേണ്ടത്, ഡിലീറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ആണ് നമ്മുടെ മെത്തേഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക. നമ്മുടെ പാത്തിൻ്റെ പേരെന്തായിരുന്നു, ഡിലീറ്റ് ടു ഡു എന്നായിരുന്നു പാത്തിൻ്റെ പേര് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കണ്ടോ ലാസ്റ്റ് ടു ഡു ഡിലീറ്റഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. ഇനി ഞാൻ ഗെറ്റ് മെത്തേഡ് ആക്കിയിട്ട് ഇവിടെ ടു ഡൂസ് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കണ്ടോ
ഒരു ടു ഡു മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ലാസ്റ്റിലത്തെ ടു ഡു നമുക്ക് അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് API യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സും. ഒപ്പം തന്നെ പോസ്റ്റ്മാൻ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ APIസും അത് തരുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് കവർ ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്താണ് ഫാസ്റ്റ് API, എങ്ങനെയാണ് ഫാസ്റ്റ് API ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ എങ്ങനെയാണ് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് API ടെസ്റ്റ് ചെയ്യുക, പിന്നെ നമ്മളൊരു ടു ഡു പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും ഡാറ്റാബേസും കൂടെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കുന്ന ടൈമിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ടീം അത് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.